ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നെയ്ച്ചോറും ചിക്കൻ കറിയുമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമുക്ക് ഉള്ളിയൊന്നും വഴറ്റാതെ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വീട്ടിൽ വരികയാണെങ്കിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്നൊരു സ്പെഷ്യൽ റൈസും അതുപോലെ തന്നെ ചിക്കൻ കറിയുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും. അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിനി റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഞാനിവിടെ ഒരു 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് 1.5 കപ്പ് അരിക്കാണ് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വെട്ടി തിളയ്ക്കാനായിട്ട് വിടാം. അപ്പോൾ ഇതിൽ ചേർക്കാനുള്ള 1.5 കപ്പ് അരി ഞാൻ നന്നായിട്ട് കഴുകി കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് കുതിർന്നതിന് ശേഷം നമുക്കൊരു അരിപ്പയിലോട്ട് മാറ്റിയിട്ട് അതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഈ ഒരു വെള്ളത്തിലോട്ട് നമ്മൾ ആ കുതിർത്തി വെച്ചേക്കുന്ന അരിച്ച് വെച്ചേക്കുന്ന ആ ഒരു അരി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു പ്രാവശ്യം ഒന്ന് വെട്ടി തിളയ്ക്കണം. തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ അടച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോഴേ ഒരു കറക്റ്റ് വേവിന് നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്കൊരു ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റ്, ഒരു 15-20 മിനിറ്റ് കൊണ്ട് ചോറ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കുറച്ച് വെള്ളത്തിൻ്റെ അംശമുണ്ട്. അപ്പോൾ ഞാൻ ഭംഗിക്ക് വേണ്ടി കുറച്ച് കളർ ഇവിടെ ചേർക്കുന്നുണ്ട്. അത് തികച്ചും ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. റൈസിൻ്റെ ഒരു പ്രത്യേക ഒരു ഭംഗിയായിരിക്കും ഈ ഒരു കളർ ചേർക്കുമ്പോൾ. ഇനി നമുക്കത് അടച്ച് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വെക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ചിക്കൻ കറി ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കറിലാണ് നമ്മൾ ഈ ഒരു ചിക്കൻ കറി ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് കുക്കറിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സവാളയും തക്കാളിയും പച്ചമുളകുമാണ്. ഇത് ഏകദേശം ഒരു 3 വലിയ സവാളയും 2 നല്ല പഴുത്ത തക്കാളിയും അതുപോലെ 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഈ ഒരു ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത്, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ പൊടിയൊക്കെ നമ്മുടെ ഒരു കണക്കിനിടാം. അതുപോലെ തന്നെ നമുക്ക് ഇനി ഇതിലോട്ട് ഒരു 2.5 ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം, പിന്നെ വേണ്ടത് 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നമ്മൾ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ വെള്ളമോ എണ്ണയോ ഒന്നും ചേർക്കരുത് ഈ ഒരു സമയം. ഇനി നമ്മൾ കൈകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മസാലയും ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനിൽ ഇവിടെ അടിപൊളിയായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വിസിലിടാം. അപ്പോൾ നമ്മൾ സാധാരണ ചിക്കനൊക്കെ വേവിക്കുന്നത് നിങ്ങളുടെ കുക്കറൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ചില കുക്കറിലൊക്കെ ആണെങ്കിൽ 1 വിസിലിൽ തന്നെ ചിക്കൻ വെന്ത് കിട്ടും, ചിലതിലാണെങ്കിൽ 2 വിസിൽ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിട്ട് വിസിലിടാം. അപ്പോൾ ഒന്ന് അടിക്കൊന്നും പിടിക്കില്ല, അങ്ങനെയൊന്നും പേടിക്കേണ്ട. വെള്ളമോ എണ്ണയോ ഒന്നും ഈ സമയം ചേർക്കരുത്. അപ്പോൾ നമുക്ക് 2 വിസിലിട്ടിട്ട് ചിക്കൻ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ചോറ് ഇവിടെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടത് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചോറാണ്. ഇനി ഇതിലോട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ലാസ്റ്റേ ചേർക്കുന്നുള്ളൂ. അതായത് വളരെ കുറച്ച് മാത്രം എണ്ണയും നെയ്യും ചേർത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നെയ്ച്ചോറും ചിക്കൻ കറിയുമാണ് നമ്മൾ ഇന്ന് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഒന്നും കൂടി ഈ ഒരു ചോറിൻ്റെ ക്വാണ്ടിറ്റി കൂടും. അപ്പോൾ ഇതുപോലൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ അടിപൊളിയായിട്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ എണ്ണയോ വെള്ളമോ ഒന്നും ചേർക്കാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ വെള്ളം ഒന്നും ചേർത്തിട്ടില്ലെങ്കിൽ അത്യാവശ്യം നല്ലപോലെ ഗ്രേവിയിൽ തന്നെ കറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ കുറച്ച് എണ്ണയോ ലാസ്റ്റായിട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് പേർക്ക് ഹായ് പറയാനുണ്ട്, ഒരുപാട് പേർക്ക് വിഷസ് പറയാനുണ്ട്. അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഒരു സ്പെഷ്യൽ ഹായ്, വിഷസ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഹാപ്പി ബർത്ത്ഡേ. എല്ലാവരുടെ പേരും ഞാൻ ഈ സൈഡിൽ മെൻഷൻ ചെയ്യാം. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ടോപ്പ് കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടും ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റായിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ അടിപൊളിയായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ സിമ്പിളാണ്. കറക്റ്റ് ഒരു 20 മിനിറ്റ് മതി. ചോറ് കുക്കായി കിട്ടുന്ന ആ ഒരു സമയം മതി. ഒരു സൈഡ് ചോറും വെച്ചിട്ട് നമുക്ക് പിന്നെ കുക്കറിൽ അപ്പുറത്തെ സൈഡിൽ ചിക്കൻ കറിയും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് എണ്ണ മാത്രം ഉപയോഗിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു 2 റെസിപ്പിയാണിത്.
അപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലഞ്ച് റെസിപ്പി ചെയ്യാനായിട്ട്, അതും പ്രത്യേകിച്ച് നെയ്ച്ചോറിലും ചിക്കൻ കറിയിലും തന്നെ ചെയ്ത് കാണിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്ക് നല്ല അടിപൊളി ടേസ്റ്റുള്ള ചോറും കറിയുമാണ്. പിന്നെ കളേഴ്സൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ട. റെഡ് കളർ വീട്ടിൽ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല യെല്ലോ കളറിന് പകരം നമുക്ക് വേണമെങ്കിൽ കുറച്ച് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് അതും ചേർത്താലും ഇതുപോലെ തന്നെ അടിപൊളി കളറായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamualaikum. Assalamualaikum.